നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ITR ഫയലിംഗ് സംവിധാനത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഏകദേശം 60 വർഷത്തിലേറെ പഴക്കമുള്ള നികുതി സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതുക്കുവാൻ പോകുന്നത്. ഈ മാറ്റം വെറും നികുതി നിയമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ITR ഫയലിംഗ് രീതി, വരുമാനം കണക്കാക്കുന്ന രീതി, നികുതി സമർപ്പിക്കുന്ന രീതി തുടങ്ങി എല്ലാത്തിലും മാറ്റങ്ങൾ വരും. ഇതുവരെ ഇന്ത്യയിൽ നികുതിയുമായി ബന്ധപ്പെട്ട് 2 വ്യത്യസ്ത വർഷങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആദ്യത്തേത് സാമ്പത്തിക വർഷം, അതായത് നിങ്ങൾ വരുമാനം നേടുന്ന വർഷം. ഇത് സാധാരണയായി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആയിരിക്കും. രണ്ടാമത്തേത് അസസ്മെന്റ് വർഷം, നിങ്ങൾ നേടിയ വരുമാനത്തിന് നികുതി ഫയൽ ചെയ്യുന്ന അടുത്ത വർഷം. ഉദാഹരണത്തിന്, നിങ്ങൾ 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെ വരുമാനം നേടിയാൽ അതിന് നികുതി ഫയൽ ചെയ്യുന്നത് 2026-2027 അസസ്മെന്റ് വർഷത്തിലാണ്. എന്നാൽ ഈ 2 വർഷങ്ങളുള്ള സംവിധാനം സാധാരണ നികുതിദായകർക്ക് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഏത് വർഷമാണ് നികുതി വർഷം, ഏത് വർഷമാണ് നികുതി ഫയൽ ചെയ്യേണ്ടത് എന്നത് പലർക്കും വ്യക്തമാവാറില്ല. ഈ പ്രശ്നം പരിഹരിക്കുവാനാണ് കേന്ദ്ര സർക്കാർ ടാക്സ് ഇയർ എന്ന പുതിയ ആശയം അവതരിപ്പിച്ചിരിക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ സാമ്പത്തിക വർഷവും അസസ്മെന്റ് വർഷവും വേർതിരിച്ചുപയോഗിക്കുന്ന രീതിക്ക് പകരം ടാക്സ് ഇയർ സംവിധാനം നിലവിൽ വരും. ഇനി മുതൽ നിങ്ങൾ വരുമാനം നേടുന്ന വർഷം തന്നെയായിരിക്കും നിങ്ങളുടെ നികുതി വർഷം. അതിനർത്ഥം നിങ്ങൾ 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെ വരുമാനം നേടുകയാണെങ്കിൽ അതിന്റെ ടാക്സ് ഇയർ 2026-2027 ആയിരിക്കും. ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് തന്നെ നികുതി റിട്ടേൺ സമർപ്പിക്കുവാനും നികുതി അടയ്ക്കുവാനും സാധിക്കും. അതിനാൽ ഇനി മുതൽ വരുമാന വർഷവും നികുതി സമർപ്പിക്കുന്ന വർഷവും രണ്ടായി വേർതിരിച്ച് കാണേണ്ട സാഹചര്യം ഉണ്ടാവില്ല. നികുതിദായകർക്ക് ആശ്വാസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ITR ഫയൽ ചെയ്യുന്ന അവസാന തീയതിയിൽ മാറ്റമുണ്ടാകില്ല. ഇതുപോലെ തന്നെ നികുതി നിരക്കുകളിലും നിലവിലുള്ള നികുതി നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. ഈ പരിഷ്കാരം പ്രധാനമായും നികുതി വർഷത്തിന്റെ പേരിലും ഘടനയിലുമുള്ള മാറ്റം മാത്രമാണ്. സാധാരണ നികുതിദായകർക്ക് സിസ്റ്റം കൂടുതൽ ലളിതവും മനസ്സിലാകാൻ എളുപ്പവുമാക്കുക എന്നതാണ് ഈ പുതിയ മാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം.